ബി.ജെ.പിയെ ഞെട്ടിച്ച് സുപ്രീം കോടതിയുടെ വെളിപ്പെടുത്തൽ. ഇത് മോദിക്ക് ഒരു താക്കീത് കൂടിയാണ്. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിലാണ് ഇത്തരം ഒരു അടി മോദിക്കും ബി.ജെ.പിക്കും കിട്ടിയിരിക്കുന്നത്. മതനിരപേക്ഷയും സോഷ്യലിസവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും വെട്ടിമാറ്റണമെന്നത് ബി.ജെ.പിയുടെ എക്കാലത്തെയും ആവശ്യമാണ്. കഴിഞ്ഞ പാർലമെന്റിൽ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണഘടന പോലും എംപിമാർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ സഞ്ജീവ് ഖന്ന എന്ന ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ഈ കാര്യത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മതനിരപേക്ഷത, സോഷ്യലിസം എന്നീ മൂല്യങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ അഭിപ്രായപ്പെടലാണിത്. ഈ വാക്കുകൾ ഭരണഘടനാ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തതിനെതിരായ ഹർജികൾ തള്ളിക്കൊണ്ടാണ് പരമോന്നത കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. നാം ഇന്ത്യയിലെ ജനങ്ങൾ മതനിരപേക്ഷം, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകളുടെ അർത്ഥം നിസ്സംശയം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും കോടതി വിലയിരുത്തി. മൗലികവും ഭരണഘടനാപരമായ അവകാശങ്ങളെയോ അടിസ്ഥാന ഘടനയെയോ ബാധിക്കുന്നില്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഇത്തരം കൂട്ടിച്ചേർക്കലുകൾക്കോ നിയമനിർമ്മാണത്തിനോ തടസ്സമില്ല എന്നാണ് പറയുന്നത്. 44 വർഷത്തിന് ശേഷം, അതായത് 2020-ലാണ് ഈ ഹർജി ഫയൽ ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരു ഭേദഗതി ചോദ്യം ചെയ്യുന്നതിന് ന്യായീകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജികൾ അത്രയും തള്ളിക്കളഞ്ഞത്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ വേർതിരിച്ചു മാറ്റാനാകാത്ത വിധം ഇഴചേർക്കപ്പെട്ടതാണ് മതനിരപേക്ഷത എന്നും ഉറപ്പിച്ചാണ് കോടതി ഇവിടെ പറയുന്നത്. അവസര സമത്വവും ക്ഷേമവും ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധതയാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്കിലുള്ളത്. വലതോ ഇടതോ ആയ ഏതെങ്കിലും സാമ്പത്തിക നയമോ രീതിയോ ഭരണഘടനയും അതിന്റെ ആമുഖവും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നർത്ഥം. സമത്വം, സാഹോദര്യം, അന്തസ്, അഭിപ്രായ സ്വാതന്ത്ര്യം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, മതവിശ്വാസ സ്വാതന്ത്ര്യം തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ മതനിരപേക്ഷ ധാർമ്മികതയുടെ ഭാഗം കൂടിയാണ് എന്നും പറയുന്നുണ്ട്. ഈ നിരീക്ഷണത്തെ ശരിവെക്കുന്ന ഭരണഘടനാ വകുപ്പുകളും വിധിന്യായങ്ങളും നിലവിലുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടെ ഭേദഗതി കൊണ്ടുവരാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട് എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണത്തെ അത് മോദിക്ക് സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇനി 1976-ൽ ഇന്ദിരാഗാന്ധി സർക്കാരാണ് 42-ാം ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ചിന്റെ ഇത്തരത്തിലുള്ള വിധി. ഹർജികൾ കോടതിയുടെ വിശദ പരിശോധന അർഹിക്കുന്നില്ലെന്നും വിശദമായ വിധിന്യായം ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബൽറാം സിംഗ്, ബി.ജെ.പി മുൻ രാജ്യസഭാംഗം സുബ്രഹ്മണ്യ സ്വാമി, അശ്വിനി കുമാർ ഉപാധ്യായ എന്നിവരുടെ ഹർജി സുപ്രീം കോടതി തീർത്തു തള്ളിയത്. വിഷയം വിശാല ബെഞ്ചിന് വിടണമെന്ന ആവശ്യവും കോടതി നേരത്തെ തന്നെ തള്ളുകയും ചെയ്തിരുന്നു.